മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വേഗം വരുന്നു ഞാനേവമരുളിയ, വേഗം വരുന്നു ഞാൻ ഏവമരുളിയോരാകിരം നിനച്ചു ഞാനാവലോടിയിരിക്കുന്നേൻ, ആകിരം നിനച്ചു ഞാനാവലോടിയിരിക്കുന്നേൻ. ഉന്നതയാ നൃപ നന്ദനനീ തവ പൊന്നുവദനമി ഞാനെങ്ങു കാണും ദേവാ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ സാം സക്കറിയ കൊട്ടാരക്കര. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 4-ാം സങ്കീർത്തനം 3-ാം വാക്യം ഉദ്ധരിക്കുന്നു. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. യഥാർത്ഥ ദൈവഭക്തി എന്താണ് എന്ന് സംശയിക്കുന്നവരാണ് ഇന്നും അനേകരും. മതഭക്തരായിട്ടുള്ള ആളുകൾ വളരെയുണ്ട്. മതപരമായിട്ടുള്ള ചടങ്ങുകളും ആചാരങ്ങളും ഒന്നൊഴിയാതെ അതിൻ്റെതായ കൃത്യനിഷ്ഠയോടുകൂടി ആചരിക്കുന്നവർ, അവരെ നാം മതഭക്തരെന്ന് വിളിക്കും. അതേസമയം എപ്പോഴും ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ പോവുകയും ഭക്തിയോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ ദൈവഭക്തരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇങ്ങനെ ഭക്തരായിട്ടുള്ള ആളുകൾ വളരെയുണ്ട്. ഇതിനിടയിൽ കപടഭക്തരായിട്ടുള്ളവരും വേഷഭക്തരായിട്ടുള്ളവരും ഒക്കെ ധാരാളമുണ്ട്. ദൈവഭക്തി ആദായ സൂത്രമാക്കുന്ന ഒരു വിഭാഗം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യഥാർത്ഥ ദൈവഭക്തി എന്താണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. 1 തീമോഥെയോസ് 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അതായത് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. യഥാർത്ഥ ദൈവഭക്തി എന്താണ് എന്നിവിടെ വ്യക്തമാക്കിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഓരോന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കാലത്തിൻ്റെ തികവിൽ ലോകത്തിലേക്ക് അവതരിച്ച ദൈവപുത്രനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ കഴിയാത്ത, അപ്രമേയനായ അരൂപിയായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് അവതരിച്ചു. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ദൈവഭക്തിയുടെ മർമ്മം എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിനെ അറിയുന്നതിലൂടെ നമുക്ക് ദൈവത്തെ അറിയുവാൻ കഴിയും. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ആ ദൈവഭക്തിയുടെ മർമ്മം എന്ന് നാം മനസ്സിലാക്കുകയാണ്. യഥാർത്ഥ ദൈവഭക്തരായിട്ടുള്ള ആളുകൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം ലഭിച്ച ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനമാണ്. യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ദൈവ ഭക്തിയുടെ മർമ്മം വ്യക്തമായി മനസ്സിലാക്കിയവർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ്. എക്കാലത്തും അങ്ങനെ ഒരു ശേഷിപ്പിനെ നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയും. ഏത് കാലഘട്ടത്തിലും ദൈവം തനിക്കായി വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ഒരു ചെറിയ ശേഷിപ്പ്. ദൈവസഭ എന്ന് പറയുമ്പോൾ ദൈവം തനിക്കായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭ, അവർ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനമാണ്. ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവർ, പാപത്തിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, ദുരുപദേശങ്ങളിൽ നിന്ന്, ദുരുപദേഷ്ടാക്കളിൽ നിന്നൊക്കെ വേർതിരിക്കപ്പെട്ട് ആ വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും അനുഭവം കാത്തു സൂക്ഷിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഭക്തർ. നാം വാസ്തവമായും ദൈവഭക്തിയുള്ളവരാണോ? കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ദൈവഭക്തർ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനം മാത്രമല്ല, ദൈവഭക്തരായിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്
സങ്കീർത്തനം 25:12 നാം വായിക്കുന്നത് പ്രകാരമാണ്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നത് മാത്രമല്ല, അവർക്ക് യഹോവയുടെ സഹിത്വമുണ്ട്. ദൈവത്തിൻ്റെ സഹിത്വമുള്ളവരാണ് ദൈവഭക്തർ. ദൈവത്തിൻ്റെ സഹിത്വം എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിപ്പാൻ കഴിയും. ദൈവത്തിൻ്റെ സഹിത്വം, ആ ദൈവവുമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിലായിരിക്കുവാൻ കഴിയുന്നു. ഏത് സന്ദർഭത്തിലും ദൈവമായിട്ടുള്ള ആ സഹിത്വത്തിൽ സമ്പർക്കത്തിലായിരിക്കുവാൻ കഴിയുന്ന അനുഭവം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പോലെ ദൈവത്തിൻ്റെ സഹിത്വമുള്ളവരാണ് ദൈവഭക്തർ എന്ന് പറയുന്നത്. മാത്രമല്ല 34-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ കരുതലും പരിപാലനവും അവർ അനുഭവിക്കുകയാണ്. യഹോവയുടെ ഭക്തന്മാർ അവരുടെ ചുറ്റും പാളയമിറങ്ങി ആ ദൈവം അവരെ വിടുവിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ദൈവഭക്തന്മാർ അവർക്ക് ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും കരുതലും അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അനേകർ നിരാശരായി, ദുഃഖിതരായി, രോഗികളായി കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം തരുന്ന, നമുക്ക് ആ ദൈവത്തിൻ്റെ സഹിത്വം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന, കൂരിരുൾ താഴ്വരയിലൂടെ ഞാൻ നടന്നാൽ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറയുവാൻ കഴിയുന്ന അനുഭവം ദൈവഭക്തന്മാർക്ക് മാത്രമുള്ളതാണ്. പ്രിയരെ, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം ദൈവം തൻ്റെ ജനത്തിന് നൽകുകയാണ്. മാത്രമല്ല, ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് ഭക്തന്മാരെ സംബന്ധിച്ച്, ദൈവഭക്തിയുള്ളവരെ സംബന്ധിച്ച് മലാഖി പ്രവചനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുന്നു. നാം ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ കാവലുള്ള, ദൈവത്തിൻ്റെ സഹിത്വമുള്ള ദൈവഭക്തന്മാർ, അവർ ദൈവത്തിനൊരു നിക്ഷേപമായിരിക്കുന്നു. ആ നിക്ഷേപത്തെ തൻ്റെ അടുക്കിലേക്ക് ചേർക്കുവാൻ യേശു കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യകരമായ അനുഭവത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവെ, അവിടുത്തെ ഒരു ഭക്തൻ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ഭാഗ്യം നൽകിയല്ലോ. അവിടുന്ന് എന്നെ വീണ്ടെടുത്തല്ലോ. അവിടുത്തെ വകയാക്കി, അവിടുത്തെ ഒരു പൈതലാക്കി തീർക്കുവാൻ എന്നിൽ അവിടുന്ന് പ്രസാദിച്ചല്ലോ. അവിടുത്തെ പ്രത്യേക കരുതലും കാവലും അനുഭവിപ്പാനിടയാക്കുന്നല്ലോ. അവിടുത്തെ എല്ലാ കൃപകൾക്കായി, അവിടുത്തെ എല്ലാ നന്മകൾക്കായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിന് മഹത്വം കരയറ്റാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ ദൈവത്തിൻ്റെ പ്രത്യേക കാവലുള്ള ജനമാക്കി, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനമാക്കി, ദൈവത്തിൻ്റെ നിക്ഷേപമാക്കി ഞങ്ങളെ തീർക്കുവാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നിയതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.